നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ആലപ്പുഴ സൗത്ത് നോർത്ത് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ ഓഫീസ് മാർച്ചും ധർണയും നടത്തി. വഴിയോര കച്ചവടം നിയന്ത്രണ വിധേയമാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്ത സൈനികന് ജന്മനാടിന്റെ ആദരം നൽകി. തലവടി ഗ്രാമപഞ്ചായത്തിലെ സൈനികൻ SB നവീൻ കുമാറിനെയാണ് ആദരിച്ചത്. അമ്പലപ്പുഴ താലൂക്ക് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 10 വൈകിട്ട് 4 മണിക്ക് ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. SC വേണുഗോപാൽ MP പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഗാന്ധി ഭവൻ ദിവ്യാംഗ് കലാമേളയും ദിവ്യാംഗ് സുരക്ഷാ ശ്രേഷ്ഠ പുരസ്കാര വിതരണ ചടങ്ങും ഈ മാസം 22, 23 തീയതികളിലായി കായംകുളത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഈ മാസം 11 മാവേലിക്കര ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പഴയ വാഹനങ്ങളുടെ റീടെസ്റ്റ് ഫീസ് വർധനവ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. നേരത്തെ കണ്ണൻവർക്കി പാലത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ അവസാനിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ മുൻ MP ഡോക്ടർ KS മനോജ് ഉദ്ഘാടനം ചെയ്തു. സ്വന്തമായി തൊഴിൽ കണ്ടെത്തിക്കൊണ്ട് സ്വന്തമായി മോട്ടോർ വാഹനങ്ങൾ റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി വർക്ക്ഷോപ്പുകൾ ആരംഭിച്ചുകൊണ്ട് സ്വയം തൊഴിൽ കണ്ടെത്തുന്ന തൊഴിലാളികളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ തൊഴിൽ ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള ഒരു നിയമ ഭേദഗതിയാണ് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. മോട്ടോർ വാഹന നിയമത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. വേണമെങ്കിൽ സർക്കാരിനെ അനുകൂലിക്കുന്നവർ വേണമെങ്കിൽ ചോദിക്കും, വാഹനത്തിന്റെ രജിസ്ട്രേഷന്റെ ഫീസ് കൂട്ടിയതിന് ഈ മോട്ടോർ തൊഴിലാളി വർക്ക്ഷോപ്പിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് എന്താ ഛേദം എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അത് മോട്ടോർ വാഹനം ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾ അത് വഹിച്ചോളുമല്ലോ. അതിൽ ഈ വർക്ക്ഷോപ്പിൽ പണിയെടുക്കുന്ന അല്ലെങ്കിൽ അത് നടത്തുന്ന വർക്ക്ഷോപ്പുകാർക്ക് എന്താണ് അതിൽ പ്രതിഷേധിക്കാനുള്ളത്? അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അലക്സ് വർഗീസ് ധർണയിൽ അധ്യക്ഷത വഹിച്ചു. സംഘടനയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രാധാകൃഷ്ണൻ രാധാലയം ധർണയുടെ ഉദ്ദേശലക്ഷ്യം വിശദീകരിച്ചു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി AR കണ്ണൻ, കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് PJ കുര്യൻ, സെക്രട്ടറി SM നാസർ, ജില്ലാ ലോറി ഡ്രൈവേഴ്സ് ആൻഡ് ക്ലീനേഴ്സ് യൂണിയൻ CITU ആലപ്പുഴ ജില്ലാ സെക്രട്ടറി G ശിവപ്രസാദ്, ദിലീപ് കുമാർ, VM ഷാജിലാൽ, R രഞ്ജിത്ത്, B വിജയകുമാർ, SR രാജേഷ്, S റിജിത്ത് എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ആലപ്പുഴ ജില്ലാ സെക്രട്ടറി S ഷിജുകുമാർ ധർണയ്ക്ക് സ്വാഗതവും ജില്ലാ ട്രഷറർ K രമേശൻ നന്ദിയും പറഞ്ഞു. വർക്ക്ഷോപ്പ് മേഖലയിൽ പണിയെടുക്കുന്നവരെയും അവരുടെ കുടുംബത്തെയും സംരക്ഷിക്കുക, സ്ക്രാപ്പ് പോളിസി പിൻവലിക്കുക എന്ന ആവശ്യവും മാർച്ചിലും ധർണയിലും ഭാരവാഹികൾ ഉന്നയിച്ചു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ആലപ്പുഴ സൗത്ത് നോർത്ത് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ ഓഫീസ് മാർച്ചും ധർണയും നടത്തി. വഴിയോര കച്ചവടം നിയന്ത്രണ വിധേയമാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. പ്രയാസങ്ങളിലൂടെ കടന്നുപോയി ഇന്ന് വലിയ ബുദ്ധിമുട്ടിലേക്ക്, വലിയ തരത്തിലുള്ള പ്രതിസന്ധികളിലേക്ക് വീണുപോയിരിക്കുന്ന ഒരു വിഭാഗമായി വ്യാപാരികളും ഈ നാട്ടിലെ ചെറുകിട വ്യവസായികളും മാറിയിട്ടുണ്ട്. അതിന് പല വിധത്തിലുള്ള കാരണങ്ങളുണ്ടായി. പലതരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ,
ഈ നിയമനിർമ്മാണങ്ങളെല്ലാം തന്നെ അവസാനം തലക്കടിയായി കിട്ടുന്നത് ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ചെറുകിട ഇടത്തരം വ്യാപാരികൾക്കാണ്. നമുക്കറിയാം, ഒരു നോട്ട് നിരോധനം രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് കൊണ്ടുവന്ന കാലം മുതൽ, ആ കാലഘട്ടം മുതൽ അതിൽ നിന്നും കരകയറാൻ കഴിയാത്ത ഒരു വിഭാഗമായി ഇന്നും നിലനിൽക്കുന്നത് നമ്മുടെ രാജ്യത്തെ ചെറുകിട ഇടത്തരം വ്യാപാര സമൂഹമാണ്. അതിനുശേഷം കൊണ്ടുവന്ന GSTയുമായി ബന്ധപ്പെട്ടും ഇന്നും അപാകതകൾ നിലനിൽക്കുകയാണ്. ഇപ്പോൾ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ആലപ്പുഴ സൗത്ത് നോർത്ത് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭ ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. അനിയന്ത്രിതമായ വഴിയോര കച്ചവടം നിയന്ത്രണ വിധേയമാക്കണമെന്ന ആവശ്യവുമായി സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നടത്തുന്ന സമരത്തിന്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴ നഗരസഭയിലേക്കും മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ഉപജീവനത്തിന് വേണ്ടി വഴിയരികിൽ കച്ചവടം നടത്തുന്നതിന് സംഘടന എതിരല്ല. എന്നാൽ ഗവൺമെന്റുകൾ നിഷ്കർഷിക്കുന്ന എല്ലാ ലൈസൻസോടു കൂടിയും കടമുറികൾ വാടകയ്ക്കെടുത്തും കച്ചവടം ചെയ്യുന്ന വ്യാപാരിയുടെ കടയുടെ മുൻപിലേക്ക് ഇത്തരത്തിലുള്ള യാതൊരു ചെലവുകളുമില്ലാതെ അനധികൃതമായി കച്ചവടത്തിനായി ചിലർ എത്തുന്നത് അംഗീകരിക്കാനാവില്ല എന്നും ഇത്തരത്തിൽ കച്ചവടം ചെയ്യുന്നവരെ പ്രത്യേക സ്ഥലം കണ്ടെത്തി അവിടേക്ക് മാറ്റി കച്ചവടം ചെയ്യാനുള്ള സൗകര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും ധർണയിൽ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി എസ് ശരത് ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സമിതി ആലപ്പുഴ സൗത്ത് ഏരിയ സെക്രട്ടറി BS അഫ്സൽ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് KV ജഗദീഷ് കുമാർ, ജെ ഷമീർ, ഷുക്കൂർ കോയാമോൻ, VM വർഗീസ്, ഇക്ബാൽ പടിപ്പുര, ANS A കമറുദ്ദീൻ, സാബു മോഹൻദാസ്, TJ ജെയിംസ് എന്നിവർ സംസാരിച്ചു. സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി KX ജോപ്പൻ ധർണയ്ക്ക് സ്വാഗതവും ട്രഷറർ MH ബിജു നന്ദിയും പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്ത സൈനികന് ജന്മനാടിന്റെ ആദരം നൽകി. തലവടി ഗ്രാമപഞ്ചായത്തിലെ സൈനികൻ SB നവീൻകുമാറിനെയാണ് ആദരിച്ചത്. ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്ത കരസേനയിൽ സൈനികനായ തലവടി ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിൽ കൊത്തപ്പള്ളിയിൽ നായിക് SB നവീൻകുമാറിനെയാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചത്. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ കൈവരിച്ച വിജയത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് അദ്ദേഹം കരസേനയിൽ ചേരുന്നതിന് തീരുമാനിച്ചത്. നവീൻ കുമാറിന്റെ പിതൃ സഹോദരനായ രാജൻ പർവശ്ശേരിയിൽ അക്കാലയളവിൽ കരസേനയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ നവീൻ കുമാറിന് പട്ടാളത്തിലേക്കുള്ള പ്രവേശനം കൂടുതൽ സുഗമമാക്കി. വിരമിക്കാൻ 3 മാസം മാത്രം ബാക്കി നിൽക്കെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്ന് നവീൻ കുമാർ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് പിഷാരത്ത് ആദരവ് കൈമാറി. ജനകീയ സമിതി അംഗങ്ങളായ ശരത് രാമാചേരിയിൽ, ആനന്ദകൃഷ്ണൻ, TN പ്രകാശ്, വിജീഷ്, സനിത അനിൽ, ഹരികൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നവീൻ കുമാറിന്റെ ഭാര്യ KG ജയലക്ഷ്മിയും മക്കളായ നന്ദന, നവീന എന്നിവരും സന്നിഹിതരായിരുന്നു. അമ്പലപ്പുഴ താലൂക്ക് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 10 വൈകിട്ട് 4 മണിക്ക് ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. KC വേണുഗോപാൽ MP പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അമ്പലപ്പുഴ താലൂക്ക് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ താലൂക്കിലെ മുഴുവൻ മഹലിൽ നിന്നുള്ളവരും ഇതര മത സാമൂഹിക മേഖലയിൽ നിന്നുള്ളവരും ഉൾപ്പെടുന്ന വമ്പിച്ച ജനാവലിയുടെ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി ഒക്ടോബർ 10 വൈകുന്നേരം 4 മണിക്ക് വലിയ ചുടുകാട് തെക്ക് വശത്തുള്ള തെക്കേ മഹൽപള്ളി പരിസരത്ത് നിന്നും ആരംഭിച്ച് EMS സ്റ്റേഡിയത്തിൽ എത്തിച്ചേരുമെന്ന് തുടർന്ന് നടക്കുന്ന ഐക്യദാർഢ്യ സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. MLAമാരായ H സലാം, PP ചിത്തരഞ്ജൻ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി അമ്പലപ്പുഴ താലൂക്ക് ചെയർമാൻ AM നസീർ, വർക്കിംഗ് ചെയർമാൻ സലീം ചക്കിത്തപ്പറമ്പ്, ജനറൽ സെക്രട്ടറി ഇക്ബാൽ സാഗർ, വർക്കിംഗ് കൺവീനർ ഹാരിസ് സലീം, ട്രഷറർ അഷ്റഫ് പനക്കൽ എന്നിവർ പങ്കെടുത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 10-ാം തീയതി വെള്ളിയാഴ്ച ഈ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ബാങ്കിന് കീഴിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിക്കുകയാണ്. മണ്ണഞ്ചേരി മുതൽ തോട്ടപ്പള്ളി വരെയുള്ള മുസ്ലിം മഹല്ലുകളുടെയും ജമാഅത്തുകളുടെയും വിവിധ മത സാമൂഹിക സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. ഗസയിലെയും ഫലസ്തീനിലെയും സംഭവവികാസങ്ങളെ സംബന്ധിച്ച് പത്രപ്രവർത്തകരായ നിങ്ങളോടൊന്നും പറയേണ്ടതില്ല. ഞങ്ങളുടെ പത്രക്കുറിപ്പിൽ എല്ലാ വിവരങ്ങളും ചേർത്തിട്ടുണ്ട്. പരിഹാരമാകും എന്ന് പറയുന്നതല്ലാതെ ചർച്ച നടക്കുമ്പോഴും അക്രമങ്ങൾ കാട്ടുന്നതിൽ ഇസ്രയേലിന് യാതൊരു വൈമുഖ്യവുമില്ല. ദശലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആയുധമാണ് അമേരിക്ക നൽകുന്നത്.
ഐക്യരാഷ്ട്രസഭ പോലും ഒറ്റക്കെട്ടായി ഈ അക്രമത്തിനെ അപലപിക്കുമ്പോഴും വീറ്റോ ചെയ്ത് ഇസ്രയേലിനെ സഹായിക്കാനാണ് അമേരിക്ക ശ്രമിച്ചിട്ടുള്ളത്. ഇസ്രയേലികളായ ആളുകൾ പോലും ഈ നരമേധത്തിനെതിരാണ്. അവിടെയും ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. 140ഓളം രാജ്യങ്ങൾ ഇതിനകം തന്നെ ഈ സംഭവത്തിൽ അപലപിച്ചിട്ടുണ്ട്, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏകദേശം 70,000-ത്തിലധികം ആളുകളെയാണ് കൊന്നൊടുക്കിയിട്ടുള്ളത്. ഒരുപാട് ആളുകൾക്ക് അംഗഭംഗം വന്നവരുണ്ട്, നിരാലംബരായി അനാഥകളായ കുഞ്ഞുങ്ങളുണ്ട്, വിശപ്പിൻ്റെ പേരിൽ മരണപ്പെട്ട ആയിരക്കണക്കിന് ആളുകളുണ്ട്, അഭയം കിട്ടാതെ ഓടി ഒളിച്ചവരുണ്ട്, പലായനം ചെയ്തവരുണ്ട്. സമകാലീന ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഗാന്ധി ഭവൻ ദിവ്യാംഗ് കലാമേളയും ദിവ്യാംഗ് സുരക്ഷാ ശ്രേഷ്ഠ പുരസ്കാര വിതരണ ചടങ്ങും ഈ മാസം 22, 23 തീയതികളിലായി കായംകുളത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ വർഷവും അത് ഒരാഴ്ചത്തെ പരിപാടിയായിട്ട് നടത്തപ്പെടുകയാണ്. അത് ഭിന്നശേഷി വാരാചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒക്ടോബർ 17 തീയതി മരിയധാരിയൻ കേന്ദ്രത്തിൽ വച്ച് ബഹുമാനപ്പെട്ട മന്ത്രി ആർ ബിന്ദു അത് ഉദ്ഘാടനം ചെയ്യുന്നു. ആലപ്പുഴ ജില്ലയിലെ ഭിന്നശേഷി കുഞ്ഞുങ്ങൾക്ക് നടത്തുന്ന ദിവ്യാംഗ് കലാമേളയും ദിവ്യാംഗ് സംരക്ഷണ ശ്രേഷ്ഠ പുരസ്കാര വിതരണവും ഒക്ടോബർ മാസം 22, 23 തീയതികളിൽ കായംകുളം TA കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുകയാണ്. 15ഓളം സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നും 2 BRCകളിൽ നിന്നുമായി 500-ലധികം കുട്ടികൾ കലാമേളയിൽ പങ്കെടുക്കും. ദിവ്യാംഗ് സുരക്ഷ ശ്രേഷ്ഠ പുരസ്കാരം പത്തനാപുരം ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലയിലെ ഭിന്നശേഷി കുഞ്ഞുങ്ങൾക്കായി നടത്തുന്ന ദിവ്യാംഗ് കലാമേളയും ദിവ്യാംഗ് സംരക്ഷണ ശ്രേഷ്ഠ പുരസ്കാര വിതരണവും ഈ മാസം 22, 23 തീയതികളിൽ കായംകുളം TA കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 15ഓളം സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നും 2 BRCകളിൽ നിന്നുമായി 500-ലധികം കുട്ടികൾ വിവിധ കലാമേളയിൽ മാറ്റുരയ്ക്കും. ദിവ്യാംഗ് സുരക്ഷാ ശ്രേഷ്ഠ പുരസ്കാരം സബർമതി സ്പെഷ്യൽ സ്കൂൾ രക്ഷാധികാരി കൂടിയായ രമേശ് ചെന്നിത്തല MLAക്ക് മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള സമ്മാനിക്കും. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. എഴുത്തുകാരനും സാഹിത്യകാരനുമായ ജോർജ് ഓണക്കൂർ, ആകാശവാണി മുൻ പ്രോഗ്രാം ഡയറക്ടർ മുരളീധരൻ തഴക്കര, സാംസ്കാരിക പ്രവർത്തകൻ രാമചന്ദ്രൻ മണ്ണക്കാട് എന്നിവർ അടങ്ങുന്ന ജൂറിയാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത്. ഡോക്ടർ ജോഷുവ മാർ ഇഗ്നോത്തിയോസ് മെത്രോപൊലിത്ത, പാളയം ജുമാ മസ്ജിദ് ഇമാം ഡോക്ടർ VP ഷുഹൈബ് മൗലവി, ശുഭാനന്ദ ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗീതാനന്ദ, അഡ്വക്കേറ്റ് U പ്രതിഭ MLA, ചലച്ചിത്ര നാടക നടൻ പ്രമോദ് വെളിയനാട് എന്നിവർ മുഖ്യാതിഥികളാകും. സംസ്ഥാന ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാൻ N അലി അബ്ദുള്ള, കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ P ശശികല, ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S പവനനാഥൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ ജോഷുവ മാർ ഇഗ്നോത്തിയോസ് മെത്രോപൊലിത്ത, ജനറൽ കൺവീനർ മുഹമ്മദ് ഷമീർ എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഈ മാസം 11 മാവേലിക്കര ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷന്റെ 8ാമത് ജില്ലാ സമ്മേളനം ശനിയാഴ്ച മാവേലിക്കരയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാവേലിക്കര ടൗൺ ഹാളിൽ അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽ കറുകത്തറ പതാക ഉയർത്തും. തുടർന്ന് പ്രകടനം. 11:30 പൊതുസമ്മേളനം മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. അംഗങ്ങൾക്കുള്ള കുടുംബസഹായനിധി, ആർദ്രം ആലപ്പുഴ ചികിത്സാ സഹായ വിതരണം കൊടിക്കുന്നിൽ സുരേഷ് MP നിർവഹിക്കും. മുതിർന്ന അംഗങ്ങളെ മാവേലിക്കര നഗരസഭാ ചെയർമാൻ നൈനാൻസി കുറ്റിശ്ശേരി ആദരിക്കും. തുടർന്ന് പ്രതിഭകളെ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സലീം മുരുക്കുംമൂട് ആദരിക്കും. സുജാത ദേവി മുഖ്യ പ്രഭാഷണം നടത്തും. സുനിൽ കറുകത്തറ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സുനിൽ കറുകത്തറ, സംസ്ഥാന സെക്രട്ടറി സലീം മുരുക്കുംമൂട്, ജില്ലാ ജനറൽ സെക്രട്ടറി സജികുമാർ പെർളശ്ശേരിയിൽ, കാർത്തികപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് നിഷാദ് പടിപ്പുര എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ഈ അസോസിയേഷന്റെ 8ാമത് ജില്ലാ സമ്മേളനം ഈ വരുന്ന ശനിയാഴ്ച ഒക്ടോബർ 11 ശനിയാഴ്ച രാവിലെ മാവേലിക്കര ടൗൺ ഹാളിൽ വെച്ച് നടക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ P പ്രസാദ് നിർവഹിക്കുന്നതാണ്. ഒപ്പം ഞങ്ങളുടെ ഒരു കുടുംബസഹായ നിധി
ഒരംഗം മരണപ്പെട്ടാൽ 2 ലക്ഷം രൂപ ആ കുടുംബത്തിന് ലഭ്യമാകുന്ന ഒരു പുതിയ സ്കീം ഞങ്ങൾ സംഘടന ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ സമർപ്പണം ബഹുമാന്യനായ മാവേലിക്കര MP ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അവർ നിർവഹിക്കുന്നു. കുറേ ആളുകൾക്ക് ചികിത്സാ സഹായം നൽകുന്നുണ്ട്. ആ സഹായത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാന്യനായ മാവേലിക്കര MLA ശ്രീ MS അരുൺകുമാർ അവർ നിർവഹിക്കുന്നു. ചടങ്ങിൽ ബഹുമാന്യനായ മുനിസിപ്പൽ ചെയർമാൻ നൈനാൻസി കുറ്റിശ്ശേരിൽ അടക്കമുള്ള പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആൾക്കാർ സമ്മേളനം. പ്രവാസി കമ്മീഷൻ അദാലത്ത് ഈ മാസം 14-ന് കോട്ടയത്ത് നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കോട്ടയം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ രാവിലെ 10 മണി മുതലാണ് അദാലത്ത് നടക്കുന്നത്. കമ്മീഷൻ അധ്യക്ഷ ജസ്റ്റിസ് സോഫി തോമസിന്റെ നേതൃത്വത്തിലാണ് അദാലത്ത് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 0471223231 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നിയോജക മണ്ഡലങ്ങളുടെയും വാർഡുകളുടെയും സംവരണക്രമം തീരുമാനിക്കുന്നതിനുള്ള നറുക്കെടുപ്പ് ജില്ലയിൽ ഈ മാസം 13-ന് ആരംഭിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ആലപ്പുഴ സൗത്ത് നോർത്ത് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ ഓഫീസ് മാർച്ചും ധർണയും നടത്തി. വഴിയോര കച്ചവടം നിയന്ത്രണ വിധേയമാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്ത സൈനികന് ജന്മനാടിന്റെ ആദരം നൽകി. തലവടി ഗ്രാമപഞ്ചായത്തിലെ സൈനികൻ SB നവീൻ കുമാറിനെയാണ് ആദരിച്ചത്. അമ്പലപ്പുഴ താലൂക്ക് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 10-ന് വൈകിട്ട് 4 മണിക്ക് ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. SC വേണുഗോപാൽ MP പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഗാന്ധി ഭവൻ ദിവ്യാംഗ് കലാമേളയും ദിവ്യാംഗ് സുരക്ഷാ ശ്രേഷ്ഠ പുരസ്കാര വിതരണ ചടങ്ങും ഈ മാസം 22, 23 തീയതികളിലായി കായംകുളത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഈ മാസം 11-ന് മാവേലിക്കര ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.